വിഗ്രഹങ്ങൾ സൈഡിലേക്ക് ചെരിഞ്ഞാൽ നിൽക്കുക. ഈ എന്താ പറയുക, നടരാജ വിഗ്രഹങ്ങൾ എപ്പോഴും ഒരു സൈഡിലേക്ക് ആയിരിക്കും അതിൻ്റെ വ്യൂ ഉണ്ടാവുക. പക്ഷെ നമ്മൾ പണിതപ്പോൾ ഇതിനെ നമ്മുടേതായ ഒരു ശൈലിയിൽ സെൻറ്ററിലേക്ക് തിരിച്ച് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുന്ന രീതിയിലേക്ക് ആക്കി ഭഗവാന്റെ ദർശനം. അപ്പം അതിൻ്റേതായൊരു വ്യത്യാസം ഈ ശില്പത്തിൽ വന്നിട്ടുണ്ടാവും. എത്ര നാളെടുത്തത് പണിയാനായിട്ട്? ഇത് ഒരു 6 മാസത്തിന് മേലെടുത്തുണ്ട് എനിക്കിത് പണിയാനായിട്ട്. ആദ്യം ഇതിൻ്റെ സ്കെച്ച് വരച്ച് ഇതിൻ്റെ ആ ഒരു നമ്മുടേതായ ശൈലിയിലേക്ക് അതിനെ മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് പണി ആരംഭിച്ചത്. അപ്പോൾ ഇത് പടം വരയ്ക്കാനായിട്ട് തന്നെ ഒരു മാസത്തോളം നമുക്ക് ചിത്രത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചു. കാരണം ഞാൻ ശില്പകല ആധികാരികമായിട്ട് നമ്മൾ പഠിക്കാൻ പോയിട്ടില്ല. പാരമ്പര്യമായിട്ട് വിശ്വകർമ്മജനാണെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. നമ്മൾ ആധികാരികമായിട്ട് പഠിക്കാത്തതിൻ്റെ പല കുറവുകളും ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ അത് പണിതാണല്ലോ എല്ലാം. എന്തായാലും നമ്മളൊരു ചാൻസ് എടുത്തതാണ്. നമുക്കൊരു അവസരം വന്നപ്പോൾ നമ്മളത് പരമാവധി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്തും മരമാണ് ഉപയോഗിക്കുന്നത്? ഇത് കുമ്മിഴാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. കുമ്മിഴെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഒരു വെള്ള കളറിലുള്ള മരമാണ്. പോളിഷ് ചെയ്തപ്പോഴാണ് ഈ കളറിലേക്ക് മാറിയിരിക്കുന്നത്. അതിപ്പോൾ വെയിറ്റ് പരമാവധി കുറവായിരിക്കും, ഫിനിഷിങ് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ഇരിങ്ങാലക്കുട ഊരകം ഭാഗത്തുള്ള കുമ്മാട്ടികളിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കുമ്മാട്ടിയുടെ മാസ്കാണത്. അപ്പോൾ ആ കളിയിലേക്ക് ഉപയോഗിക്കുന്ന മുഖത്ത് ചാടാൻ ഉപയോഗിക്കുന്ന ഒരു മുഖംമൂടിയാണ് ശരിക്കും. ഇത് മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് കാലങ്ങളായിട്ട് ഈ പാരമ്പര്യമായിട്ട് ഇത് തന്നെ ഈ മരം കൊണ്ടുള്ള മാസ്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരൊറ്റ മുഖം ഉണ്ടാവുള്ളൂ ഈ രൂപത്തിൽ. പല മുഖങ്ങളും പലതായിരിക്കും. അപ്പോൾ ഒരെണ്ണം തന്നെ 2 എണ്ണം അവരുണ്ടാക്കില്ല. അവർക്ക് എല്ലാ വർഷവും വെറൈറ്റി മുഖങ്ങളായിരിക്കും അവർ ഇറക്കുക. അതാണ് അവരുടെ ഹൈലൈറ്റ്. അപ്പോൾ ഈ പ്രാവശ്യം ആ ഊരകത്തേക്കുള്ള കുമ്മാട്ടിയുടെ ഒരു ടീമിൻ്റെ ഒരു മുഖമാണിത്.